അടുത്തത് വരുന്നത് മൊഡ്യൂൾ 2-നകത്തുള്ളൊരു വർക്കാണ്. അപ്പം ഫുഡ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറിൽ മൊഡ്യൂൾ 2-നകത്ത് ഒരു പോസ്റ്ററാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോസ്റ്ററിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ലോഞ്ച് ഓഫ് ദി വാട്ട് ടു എൻഡ് ഹങ്കർ. അതായത് ആ ഒരു PDF-നകത്ത് നിങ്ങൾ നോക്കുമ്പോൾ, ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ സിലബസിനകത്ത് സീരീസ് ഓഫ് കളക്ഷൻ ഓഫ് പോസ്റ്റേഴ്സാണ്. ഓരോ പോസ്റ്ററിനകത്തും വേൾഡ് ലീഡേഴ്സ് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾ കോട്ട് ചെയ്ത സെൻറ്റൻസുകളാണ്. അതായത് ഹങ്കർ എൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഓരോ പോസ്റ്ററിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഗ്ലോബൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാട്ട് ടു എൻഡ് ഹങ്കർ എന്നുള്ള ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2030 ആകുമ്പോഴത്തേക്ക് 2030 ആകുമ്പോഴത്തേക്ക് ഹങ്കർ എൻഡ് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് യുണൈറ്റഡ് നേഷൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2-നകത്ത് വരുന്നതാണ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിലും, എൻവയോൺമെൻറ്റ് ആണെന്നുണ്ടെങ്കിലും, എക്കോസിസ്റ്റം ആണെന്നുണ്ടെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2-നകത്ത് വരുന്ന ഒരു പ്രോഗ്രാമാണ് യുണൈറ്റഡ് നേഷൻ്റെ ഈ ഒരു എന്തെന്ന് പറയുന്നത് ഗ്ലോബൽ ക്യാമ്പയിൻ ടു എൻഡ് ഹങ്കർ. ഓക്കെ, അപ്പോൾ ഓരോ പോസ്റ്ററും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 10-15ഓളം പോസ്റ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്, 16 പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് വോട്ട് ടു എൻഡ് ഹങ്കർ എന്നുള്ളൊരു ക്യാമ്പയിൻ 2015-2016 US മൂവ്മെൻ്റ്, ഒരു ഗ്ലോബൽ ആൻഡ് US മൂവ്മെൻ്റ് ആണ്. കുറേ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ NGOs അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഏജൻസീസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. 2030 ആകുമ്പോഴത്തേക്ക് പോവേർട്ടി എൻഡ് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഹങ്കർ എൻഡ് ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണിത്. ആ ക്യാമ്പയിന് വന്ന ഒരു കളക്ഷൻ ഓഫ് പോസ്റ്റേഴ്സാണ് നമ്മൾ എന്താണ് കളക്ഷൻ പോലെ ഈ ഒരു PDF-നകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം സിറ്റിസൺസിനെയും ഗവൺമെൻറ്റിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാം കൂടി മൊബിലൈസ് ചെയ്ത് ഒരു ഗോളിനകത്തോട്ട് ഫോക്കസ് കൊടുക്കാനാണ്. ആ ഗോൾ എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രീം പോവേർട്ടിയും ഹങ്കർ എൻഡ് ചെയ്യുക വിത്തിൻ അവർ ലൈഫ് ടൈം. സോ ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെയാണ് ഫസ്റ്റ് കോട്ട്. 2015 അവരിത് പറഞ്ഞത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരുടെ പോസ്റ്ററിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, വേൾഡ് ബാങ്ക് ഗ്ലോബൽ ഫുഡ് സിസ്റ്റത്തിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുവാണ്. വേൾഡ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ പോവർട്ടിയെ റെഡ്യൂസ് ചെയ്യാനാണ് ഫോക്കസ് ചെയ്യുന്നത് ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വെച്ചിട്ട്. ഇപ്പോൾ 2015 അവർ UN-ൻ്റെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2-നകത്ത് അല്ലെങ്കിൽ ആ ഒരു അജണ്ടയ്ക്കകത്ത് പങ്കാളിയാവുകയും അവരുടെ കോട്ട് എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഏർജൻറ്റായിട്ടും നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് അഗ്രികൾച്ചറിനെയും ഫുഡ് സിസ്റ്റത്തിനെയും നമ്മൾ ഈക്വലായിട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ സസ്റ്റൈനബിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2-നകത്ത് വരുന്നൊരു കോട്ടാണ്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ UN-ൻ്റെ സെക്കൻഡ് ഗോളാണ് കേട്ടോ ഇത്. സെപ്റ്റംബർ 2015 ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഗോൾ പറയുന്നത് വെച്ചാൽ, ഇവരുടെ കോട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും സഫീഷ്യൻ്റ് ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആക്സസ് കിട്ടുക, അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഗ്രികൾച്ചറൽ മെത്തേഡ്സിനെ പ്രൊമോട്ട് ചെയ്യുക. അപ്പം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ 2030 ഇക്വാളിറ്റി, ഫുഡിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഹങ്കർ എല്ലാം മാറ്റി ഫുഡ് ഇക്വാളിറ്റി കൊണ്ടുവരിക 2030 ആകുമ്പോഴത്തേക്ക്. ഇനി ടോം വിൽസാക്ക്, അദ്ദേഹം US സെക്രട്ടറി ഓഫ് അഗ്രികൾച്ചർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ട് നോക്കാം. ടോം വിൽസാക്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി മോറൽ ആൻഡ് പേട്രിയോട്ടിക്കൽ ആയിട്ടുള്ളൊരു അപ്പീലിംഗ് ആണ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ വാല്യൂസിനെ, അതായത് അമേരിക്കൻ വാല്യൂസ് എന്ന് പറയുന്നത് ഓൾവേസ് ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയും ആളുകളുടെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസിന് വേണ്ടിയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ഹങ്കർ എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ വാല്യൂസിനെതിരാണ്. അപ്പം പുതിയ രീതിയിലൊരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നേഷന് അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോട്ട് അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് പേട്രിയോട്ടിക് ആയിട്ടുള്ള അപ്പീലിങ്ങിലൂടെയാണ് ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കോട്ട്. അപ്പം ലോക്കൽ ആക്ഷനും ഫെഡറൽ സപ്പോർട്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹങ്കർ റിലീഫ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് അയാൾ പറയുന്നത്. പിന്നെ കോട്ട് നമ്പർ 4 എന്ന് പറയുന്നത് ജോസറ്റ് ഷീറൻ്റെ, അതായത് അദ്ദേഹം ഏഷ്യ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ടെഡ് ടോക്സിനകത്ത് 2011 പറഞ്ഞൊരു കോട്ടാണ് ഹങ്കറിനെ കുറിച്ചുള്ള. അദ്ദേഹം വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഫോർമർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ജോസറ്റ് ഷീറൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹങ്കർ എന്ന് പറയുന്ന ഒരു സോൾവബിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജും ടെക്നോളജീസും യൂസ് ചെയ്തിട്ട് നമുക്ക് ഹങ്കറിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരുടെ ടെഡ് ടോക്കിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡിങ് ഹങ്കർ നൗ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഫെയർ ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഫുഡ് ഡിസ്ട്രിബ്യൂഷനോടുകൂടിയും ഗ്ലോബൽ കോപ്പറേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹങ്കർ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്.
ഓക്കെ, അതായത് സൊല്യൂഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഈ ഒരു സ്ത്രീയാണ് കേട്ടോ, ജോസറ്റ് ഷിറൻ. നെക്സ്റ്റ് നെൽസൺ മണ്ടേലയാണ്. അദ്ദേഹം 2004 പറഞ്ഞൊരു കാര്യമാണ്, കോട്ടാണ്. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കൻ ആൻറ്റി അപ്പാർത്തൈഡ് ലീഡറും നോബൽ ലോറേറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഹങ്കറിനെ ഫ്രെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എത്തിക്കൽ ഫെയിലിയർ ആയിട്ടാണ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, ഹങ്കറിനെ എൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. കൺട്രീസ് എന്നാലേ സക്സസ്ഫുൾ ആകത്തുള്ളൂ അവരുടെ ഹങ്കർ ഇറാഡിക്കേഷൻ പ്രയോറിറ്റൈസ് ചെയ്താൽ മാത്രം. അതായത് ഒരു രാജ്യം സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഗ്രസിൻ്റെ പാത്തിലോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഹങ്കറിനെ, അതായത് അവിടുത്തെ സിറ്റിസൺസിന് ഹങ്കർ ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ ഹങ്കർ എന്നുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം. എന്നാൽ മാത്രമേ, അതിന് പ്രയോറിറ്റി കൊടുത്താൽ മാത്രമേ ആ രാജ്യം എന്ത് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞ് സക്സസ്ഫുൾ ആകത്തുള്ളൂ. ഇനി 6th കോട്ടെന്ന് പറയുന്ന പോപ്പ് ഫ്രാൻസിസ് 2013 പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ പ്രയറിൽ കാത്തോലിക് ചർച്ചിൻ്റെ ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് സ്പിരിച്വൽ കമ്മിറ്റ്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഫെയ്ത്തും സോഷ്യൽ ജസ്റ്റിസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ലീഡേഴ്സും സിറ്റിസൺസും കൂടി കമ്പൈൻ ചെയ്തിട്ട് അവർ കൊളാബ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൊളാബറേഷനോട് കൂടി വേണം നമ്മൾ ഈ ഹങ്കർ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ. കാരണം എവരി വൺ ഹാസ് എ റൈറ്റ് ടു ഫുഡ് കഴിക്കാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. സോ ഒരു ഡിവൈൻ ഗൈഡൻസ് പ്ലസ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് റെവറൻറ്റ് എലിസബത്ത് എ ഈറ്റൺ. അവർ പറഞ്ഞ കാര്യമാണ്, അവരുടെ കോട്ടാണ്. ഈറ്റൺ ഒരു അമേരിക്കൻ പ്രൊട്ടസ്റ്റാൻറ്റിസത്തിലെ ഒരു കീ ലീഡറാണ്. സോ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയർ പ്ലസ് ആക്ഷനാണ് അവരുടെ കോട്ട്. അപ്പം ഗവൺമെൻറ്റും ഓർഡിനറി പീപ്പിളും, നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞ പോലെ ഗവൺമെൻറ്റും ഓർഡിനറി പീപ്പിളും കൂടി ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുക ഇതിനെതിരെ. ഓക്കെ, പിന്നെ ഗബ്രിയേൽ സാൽഗ്വേറോ ആണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഫെയ്ത്തിനെയും സോഷ്യൽ ജസ്റ്റിസിനെയും കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. ക്രിസ്ത്യാനിറ്റിക്ക് അത് പറയുന്നുണ്ടല്ലോ, കമ്പാഷൻ ടുവേർഡ്സ് പുവർ ആൻഡ് ഹംഗ്രി, അതിനെ എംഫസൈസ് ചെയ്തിട്ടാണ് അദ്ദേഹവും സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഹ്യൂമാനിറ്റേറിയൻ കോസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഹങ്കറിനെ എൻഡ് ചെയ്യാൻ പറ്റും വിത്തിൻ ദിസ് ലൈഫ് ടൈം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ആബി ജെ ലീപ്മെൻ്റെ ആണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേസൺ എന്ന് പറഞ്ഞ ഒരു ജൂയിഷ് നോൺ പ്രോഫിറ്റ് ഒരു കൈൻഡ് ഓഫ് ഓർഗനൈസേഷനുണ്ട്. സോ അതിനകത്ത് അവർ ഓൾറെഡി ഹങ്കറിനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നടപടികളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു, പോളിസി റിഫോംസിലൂടെ അഡ്വക്കേസിലൂടെയൊക്കെ. സോ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനേഷനിലൂടെയും കളക്റ്റീവ് ആക്ഷനിലൂടെയും ഹ്യൂമാനിറ്റിക്ക് ഇക്വിറ്റബിൾ ആയിട്ടുള്ളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, നമുക്കത് അച്ചീവ് ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കാലിറ്റിക്കാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡേവിഡ് ബെക്ക്മാൻ ആണ്. ബെക്ക്മാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഹങ്കറിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാനുള്ള പ്രോഗ്രസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു, എസ്പെഷ്യലി സിൻസ് 1990s തൊട്ട്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒപ്റ്റിമിസം എന്ന് പറയുന്ന ഡേറ്റയിലാണ്, അദ്ദേഹം ഒരു ഡേറ്റാസ് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് 1990s തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. സോ ഇപ്പോൾ അതിലെന്തായാലും കുറച്ച് പ്രോഗ്രസ് വന്നിട്ടുണ്ട്. ആൻഡ് ഒരുപാട് മില്യൺസിനെ ഇദ്ദേഹം എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഹങ്കർ ഇഷ്യൂസിനെ റാഡിക്കേറ്റ് ചെയ്യുക 2030 ആകുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് ഡോക്ടർ ജോആൻ കാർട്ടറാണ്. ഡോക്ടർ ജോആൻ കാർട്ടർ എന്ന് പറയുന്നത് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഓർഗനൈസേഷനുണ്ട്. അത് ഗ്ലോബൽ പോവർട്ടിയെ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെയാണ് റിസൾട്ട്സ്, RESULTS. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്തെന്ന് വെച്ചാൽ ടെക്നിക്കൽ സൊല്യൂഷൻസ് ഇപ്പോഴും ഉണ്ട് നമുക്ക് ഹങ്കർ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനുള്ള. പക്ഷേ റിയൽ തടസ്സം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ വില്ലാണ്. സോ ആളുകളെയും പോളിസി ആക്ഷനെയും ഗവൺമെൻറ്റിനെയും ഒക്കെ ഇവർ കോൾ ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്, ഹങ്കർ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറയുവാണ്. പിന്നെ വരുന്നത് ടോണി ഹോളാണ്. ടോണി ഹോൾ എന്ന് പറയുന്നത് ഫോർമർ US കോൺഗ്രസ്മാൻ ആണ് കേട്ടോ. സോ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു ലോങ് പൊളിറ്റിക്കൽ കരിയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ആൻറ്റി ഹങ്കർ അഡ്വക്കസി, അല്ലെങ്കിൽ അദ്ദേഹം ആൻറ്റി ഹങ്കറിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം പിന്നീട് US അംബാസഡറായിട്ട് മാറിയിരുന്നു. ഫുഡ് സെക്യൂരിറ്റിക്കൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളായിരുന്നു വേൾഡ് വൈഡ്. അദ്ദേഹത്തിൻ്റെ മെസ്സേജിനകത്തും എന്താണുള്ളത്, പിന്നെന്താണ് നമ്മുടെ ഗോളെന്ന് പറയുന്നത് ഹങ്കർ ഇഷ്യൂസിനെ മാറ്റുക, പിന്നെന്താണ് ഈക്വലായിട്ട് എല്ലാവർക്കും ഫുഡ് എത്തിക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ ലിസ ഡേവിസ് ആണ്. ലിസ ഡേവിസ് എന്ന് പറയുന്നത് ഒരു ഫീഡിങ് അമേരിക്ക എന്നുള്ള ഒരു ഡൊമസ്റ്റിക് ഹങ്കർ റിലീഫ് ഓർഗനൈസേഷൻ അവർ അമേരിക്കയിൽ ചെയ്യുന്നുണ്ട്. അവരുടെ കോട്ടെന്ന് പറയുന്നത് ഗവൺമെൻറ്, ബിസിനസ് അല്ലെങ്കിൽ NGOs ഇവർക്ക് 3 പേർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഹങ്കർ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് ഹങ്കർ ഇഷ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്ത എല്ലി ഹോളണ്ടർ ആണ്. എല്ലി ഹോളണ്ടർ എന്ന് പറയുന്നത്
ഫീഡിങ് പീപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ ദാൻ ചാരിറ്റി എന്നാണ് ഇവർ പറയുന്നത്. അതൊരു ഡ്യൂട്ടിയാണ് ആസ് എ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ അതിനെ ഒരു പോളിസിയാക്കി മാറ്റി ഹങ്കറിൻ്റെ ആ ഒരു ഇഷ്യൂസിനെ എല്ലാം നമ്മൾ മാറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അവർക്കൊരു ഓർഗനൈസേഷനുണ്ട്, മീൽസ് ഓൺ വീൽസ് എന്നും പറഞ്ഞ്. അത് ഈ എൽഡർലി സിറ്റിസൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുക, ഹങ്കർ ഇഷ്യൂസ്, അവരുടെ ഹങ്കർ ഇഷ്യൂസ് എല്ലാം കളയുക എന്നുള്ളതാണ് മീൽസ് ഓൺ വീൽസ് എന്നുള്ള ഓർഗനൈസേഷൻ. ഇനി എർത്തറിൻ കസിൻ എന്ന് പറഞ്ഞൊരു ഒരു ആളുടെയാണ്. എർത്തറിൻ കസിൻ എന്ന് പറയുന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിനകത്ത് അവർ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഈ എർത്തറിൻ കസിൻ എന്ന് പറയുന്നത്. സോ അവർ പറയുന്നതെന്ന് വെച്ചാൽ എൻഡിങ് ഹങ്കർ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് പ്രഷറും വേണം, പൊളിറ്റിക്കലായിട്ടുള്ള രീതിയിലുള്ളൊരു അക്കൗണ്ടബിലിറ്റിയും വേണം. ഗവൺമെൻറ്റും സിറ്റിസൺസും ഒരുപോലെ ആക്ട് ചെയ്താലേ ഹങ്കർ ഇഷ്യൂ എൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ആക്ടിവിസംസും പിന്നെന്താണ് നമ്മൾ ആളുകൾ സിറ്റിസൺസ് എൻഗേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചാൽ ടോണി ഹാച്ചും ഡയോൺ വോർവിക്കും ജോയ് മെക്കൽഡറിയും വേൾഡ് ഹങ്കർ ഡേ 2013 പറഞ്ഞൊരു കാര്യമാണ് വൺ വേൾഡ് വൺ സോങ്. അവരുടെ ഒരു മ്യൂസിക്കൽ കൊളാബറേഷൻ ആയിരുന്നു. അതൊരു ഹങ്കർ പ്രോജക്റ്റ് UK ആ ഒരു പ്രോജക്റ്റിൻ്റെ കീഴിൽ വരുന്നൊരു മ്യൂസിക്കൽ കൊളാബറേഷൻ ആയിരുന്നു. സോ അവർ ആർട്ടിലൂടെ ഹങ്കർ ഇഷ്യൂസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇവരിവിടെ പറയുന്നത്, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അവരുടെ പാട്ടിൻ്റെ പേരാണ് വൺ വേൾഡ് വൺ സോങ് എന്നുള്ളത്. അപ്പോൾ അത് മ്യൂസിക്കാണ് ഇവിടെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് കമ്പാഷൻ ആയിട്ട് മാറുന്നത്. അതായത് ഹങ്കറിനെതിരെ എല്ലാവരും ഫൈറ്റ് ചെയ്യണമെന്ന് ഒരു പാട്ടിൻ്റെ രൂപത്തിൽ ആരൊക്കെയാണ് പറഞ്ഞത്? ടോണി ഹാച്ച്, ഡയോൺ വോർവിക്കും ജോ മെക്കൽഡറിയും. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോസ്റ്റേഴ്സിനകത്ത് പറയുന്നത്. അപ്പോൾ 16 പോസ്റ്ററുകളാണുള്ളത്. ഓരോരുത്തരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മെയിനായിട്ടുള്ള ഒരു ഐഡിയാസ്, ഓരോരുത്തരുടെ ഐഡിയാസ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ.